ഹായ്. അപ്പൊ ഞങ്ങൾ ജിമ്മിലൊക്കെ പോയി ഞങ്ങളെ പരിപാടികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് മസിലൊക്കെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പിടിച്ച കൊമ്പന്മാരെ വെട്ടി സെറ്റാക്കാൻ പോകുന്ന പരിപാടിയാണ്. അപ്പം മീൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയാ. ഇത് കുഞ്ഞ് വരല. ഇതിന് വെട്ടി അങ്ങനെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അത് കാരണം ഞാൻ തന്നെയാണ് വെട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫിഷ് കട്ടിങ് കാണാം. അപ്പൊ നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ അരപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. സിമ്പിൾ മാരിനേഷൻ ആണ്, ചെറിയ പൊടിക്കൈകൾ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. അരപ്പിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കൊന്ന് അരച്ചെടുക്കാം. സെറ്റായിട്ടുണ്ട്. ഇതേ മസാലയൊക്കെ തേച്ച് നമുക്ക് കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗ്രില്ല് പോയി സെറ്റാക്കാം. അപ്പം കണ്ണിലൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് വെക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ പോയി മീൻ എടുത്തിട്ട് നമ്മുടെ കഥാനായിക ഇപ്പൊ താഴത്ത് കൈ ഞാൻ ഇതും കൊണ്ട് വരുമ്പോ ബീജിയം വിടണേ. കേട്ടാ. കഥാനായിക ഗ്രില്ല് ചെയ്യാനുള്ള കരിമീൻ വെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇവനൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്ത് നൈസായിട്ട് ഇച്ചിരി എണ്ണയൊക്കെ അടിച്ചു കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത ചൂടോട്ടാ. മീൻ വെച്ചോളൂ. കാണിച്ചു അപ്പം സെറ്റായിട്ടുണ്ട്. നമുക്കിനി മല ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് മര തിരിച്ചു വെക്കാം. ഓ, മസാലയൊക്കെ കുറവാണ്, വെളുത്തിരിക്കുന്നു. ഓടിപ്പോയ മസാല എടുത്തിട്ട്
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം, എണ്ണ തൂത്ത് കൊടുക്കാം, ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരാനായിട്ട് ശേഷം എണ്ണ നമുക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് നമ്മുടെ വാഴയിലേക്ക് വെക്കാം. അപ്പം നമ്മൾ കരിമീൻ നമുക്ക് നേരെ നമ്മുടെ വാഴയിലേക്ക് മാറ്റാം. ആദ്യം വലുതായിട്ട് വരാം. ടേസ്റ്റിംഗ് ടൈമാണ്. നമ്മൾ ഗ്രില്ല് ചെയ്ത 4 കരിമീനും ഉണ്ട്. അതിന്റെ കൂടെ കഴിക്കാണ്ട് കപ്പയാണ്, നല്ല സൂപ്പർ കപ്പ. പിന്നെ ഞാനിയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. ഞാനിന്ന് വിളിക്കാൻ തുർക്കുവിന്റെ അമ്മൂമ്മനെ ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ ലച്ചുവിന്റെ സ്പെഷ്യൽ ചട്നി, നമ്മുടെ മുളക് ചട്നിയാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോണേ. ബാ. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ രുചി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.